ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളിന്ന് ടൂർ പോണ വ്ളോഗായിട്ടോ വന്നിക്കണേ. അപ്പോൾ ഞാനിങ്ങനെ ലോങ് വീഡിയോ ആദ്യമായിട്ടോ ഇടണം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അനിയത്തി ഉണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ അവൾക്ക് പോരാൻ പറ്റില്ല, അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട്. അപ്പോൾ അവളെ കൊണ്ടുപോകണില്ല കേട്ടോ, അവൾ ഉമ്മാൻ്റെ വീട്ടിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും കുട്ടിയും ഞങ്ങൾ മാത്രമേ കേട്ടോ പോകണുള്ളൂ. അപ്പോൾ ചെറിയ കുട്ടീനായിട്ട് പോകണമെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടോ, എന്തായി ചെറിയ കുട്ടീനായിട്ട് പോകണമെന്ന്. അപ്പോൾ വേറെ നിവർത്തില്ല ഗൈസ്, ഫാമിലി ട്രിപ്പ് ആകുമ്പോൾ അങ്ങനെയൊക്കെ അല്ലേ. പിന്നെ പ്രസവിച്ച് ഈച്ചതിന് ശേഷം പിന്നെ എങ്ങോട്ടും പോയിട്ടില്ല. പ്രഗ്നൻ്റ് ആയപ്പോൾ നമ്മൾ എങ്ങോട്ടും പോകില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരിക്കല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വൈബല്ലേ. പിന്നെ എന്നില്ലെങ്കിൽ ചിലപ്പോൾ നാളെ നമ്മൾ മരിച്ചു പോകും. പിന്നെ ഇപ്പോൾ കാണാൻ പറ്റണത് കാണുക അത്ര തന്നെ. പിന്നെ എല്ലാവരും പാടെ പോകുമ്പോൾ ഒരു രസമല്ലേ. അപ്പം അങ്ങനെ ഞാൻ എന്തായാലും പോകുന്നതാണ് വാശി പിടിച്ചിട്ടാണ്. പിന്നെ കാക്കുവിനെ സോപ്പിട്ടപ്പോൾ പറഞ്ഞു ഞാൻ പൈക്കോ എന്ന് പറഞ്ഞിട്ടാ. അപ്പം അങ്ങനെ ഒരു സമ്മതിച്ചപ്പോൾ അങ്ങനെ പോകാൻ റെഡി ആയിട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഉമ്മാനെയും കുട്ടീനും പറഞ്ഞേക്കാന്ന് വിചാരിച്ച്. പക്ഷെ വലിയോനെ ഉമ്മാൻ്റെ വാക്കൊന്നും കേൾക്കൂല. അമ്മ പറഞ്ഞത് കേൾക്കൂല. അപ്പോൾ അത് വിചാരിച്ചപ്പോൾ ഞാനും അങ്ങനെ പോയിട്ടോ. അപ്പോൾ അനിയത്തില്ലാത്തതുകൊണ്ട് നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഓളും കൂടി ഉണ്ടെങ്കിൽ ഒന്ന് ഉസാറായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇതിൻ്റെ രണ്ടാമത്തെ അമ്മോനും വലിയ ചെറിയ അമ്മോനും അമ്മായി കേട്ടോ ബാക്കിൽ ഇരിക്കണം. പിന്നെ അങ്ങനെ ഓരോരുത്തരുണ്ട് കേട്ടോ, അത് കസിൻസൊക്കെ കേട്ടോ. ഞങ്ങളെല്ലാവരും പാടെ നമ്മളെ എറണാകുളം സെൻട്രൽ ജയിലില്ലേ, അവിടെ നിന്ന് കേട്ടോ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ രാവിലത്തെ ഫുഡ് ഞങ്ങൾ കൊണ്ടുപോയിക്കുന്നു കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടോ. നല്ല പത്തിരിയും പൊറാട്ടയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം ഞാൻ ഫുഡ് കഴിച്ചിട്ട് വേണം ഉമ്മക്ക് ഫുഡ് കഴിക്കാൻ. കാരണം കുട്ടീനെ എൻ്റെ അടുത്തല്ലേ. അപ്പോൾ അത് കാരണം പെട്ടെന്ന് വേഗം കഴിച്ചു കേട്ടോ ഞാൻ. പിന്നെ ഞാൻ എൻ്റെ കഴിക്കൽ കഴിഞ്ഞിട്ടാണ് എല്ലാവരും വീഡിയോ ഇങ്ങനെ എടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ പിന്നെ എല്ലാവരും കഴിക്കണ വീഡിയോ ഞാൻ എടുത്തൊന്നുമല്ല, ഞാൻ കഴിക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ എല്ലാവരും അവിടെ തൽക്കാലം അവിടേക്ക് അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് തിന്നു കേട്ടോ. അങ്ങനെ കഴിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ബസ്സിൽ കയറുകയും ചെയ്തു. പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ പാട്ടൊക്കെ പാടി അങ്ങനെ എൻജോയ് ചെയ്ത് പോയിട്ടോ. ഒരു ഭാഗം ഓരോരുത്തർ പാട്ട് വരും, ഒരു ഭാഗം അപ്പുറത്തൊരു പാട്ട് പാടും. അപ്പം അങ്ങനെ എല്ലാവരും പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാട്ടൊക്കെ പാടി അങ്ങനെ എൻജോയ് ചെയ്തിട്ടോ. പിന്നെ പാലസിലൊന്ന് നിർത്തിയിട്ടോ. അങ്ങനെ പാലസ് കയറി ഇറങ്ങിയപ്പോഴത്തേന് ഞാനൊരു വാത്തക്കായി കുട്ടീനെ എടുത്തിട്ടല്ലേ. അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നല്ല വൈബ് ചെയ്യുന്നു കേട്ടോ. ഫോട്ടോസൊന്നും അങ്ങനെ അധികം എടുക്കാൻ പറ്റില്ല കേട്ടോ. അനിയത്തി ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഉഷാറായി ഉണ്ടായിരുന്നു കുട്ടീനെ എടുക്കാൻ. അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലേ, ഉമ്മാക്ക് അങ്ങനെ കുട്ടീനെ എടുത്ത് നടക്കാനൊന്നും അങ്ങനെ വേക്കില്ല. അപ്പം ഞാൻ തന്നെ കേട്ടോ അധികം എടുത്തീന്ന്. പിന്നെ കസിൻസൊക്കെ എടുത്തിരുന്നു, പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ വൈബല്ലേ. അപ്പം അങ്ങനെ എല്ലാവരും പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ച് അങ്ങനെ പോയിട്ടോ. പിന്നെ പാലസിൻ്റെ അടുത്തൊരു അപ്പോൾ അധികം അവിടെ വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റൂല അറിഞ്ഞുകൊണ്ട് ചെറുതായിട്ടുള്ള ക്ലിപ്പ് മാത്രമേ ഇട്ടെടുത്തുള്ളൂ. പിന്നെ ശേഷം ബോട്ടിങ്ങിൽ പോയിട്ടോ. ബോട്ടിങ്ങൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല വൈബ് ചെയ്യുന്നു കേട്ടോ. ഇങ്ങനെ പാട്ടൊക്കെ പാടി അടിപൊളിയായിട്ടാട്ടോ പോയിരുന്നത്. അപ്പോൾ കുറേ നടക്കുകയൊക്കെ ചെയ്തു, എന്നാലും രസമായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും പാടി ഇരുന്ന് ഒക്കെ കണ്ട് നല്ല വ്യൂസൊക്കെ കിട്ടി കേട്ടോ. എന്തായാലും മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ടോ. അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളങ്ങനെ പോരും ചെയ്തു കേട്ടോ. അതിൽ കുറേ അമ്മായിയുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാവരും ഉണ്ട് കേട്ടോ അതിൽ. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളങ്ങനെ വൈബടിച്ച് പോകുന്നുണ്ടോ. പിന്നെ പോരുന്ന ഫുഡൊക്കെ കഴിക്കാൻ നിർത്തിയിരുന്നു. അതൊന്നും അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ, കാരണം ക്ഷീണിച്ചിരുന്നു എല്ലാവരും കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഫുഡ് കഴിച്ച് പിന്നെ ബീച്ചിൽ പോയതും അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ, കാരണം കുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് ഓനെയും നോക്കണം. അപ്പോൾ അതൊക്കെ കാരണം വീഡിയോ അങ്ങനെ എടുക്കാൻ പറ്റില്ല. കിട്ടിയ വീഡിയോ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ എടുത്താൽ കേട്ടോ. അപ്പോൾ ഈ കുറേ കാലം കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് കാണുമ്പോൾ രസമല്ലേ. അപ്പം അങ്ങനെ എല്ലാവരും ഒരു വൈബല്ലേ വിചാരിച്ച് അങ്ങനെ എടുത്തു. പിന്നെ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അങ്ങനെ രാത്രി ആയപ്പോൾ പിന്നെ ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് ഡാൻസൊക്കെ കളി തുടങ്ങിയിട്ട് ആ കുട്ടി എല്ലാവരും ഒഴിച്ച് അങ്ങനെ അമ്മൂനും അമ്മ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിൽ നിന്നായതുകൊണ്ട് നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മളറിയുന്നവരാകുമ്പോൾ പിന്നെ നമുക്ക് എന്തും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ നല്ല വൈബായിട്ട് കളിച്ചു. ഒരു സ്കൂളിൽ നിന്ന് പോണേക്കാറ്റും വേറെ വൈബ് അങ്ങനെയൊക്കെ പറയാം. എന്നിട്ട് കളി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വീട്ടിൽ 1 മണി 1:30 ആയപ്പോഴത്തേന് വീട്ടിലെത്തും ചെയ്തു കേട്ടോ. പട്ടക്ക് തുഴഞ്ഞ് പട്ടക മടിച്ച് താണ്ടിയ പടക്കേറി അടട മീശ കൗണ്ടറേ മുരശ് മുട്ടി പാടടേ തായ്മൊഴി ആണിന്റെ മാനം കാക്കണ താരടി തങ്കമ്മേ ബന്ധുങ്ങളാണടി തങ്കമ്മേ ചാടിയ തങ്കമ്മേ പറക്കും പച്ചിരിനോർക്കും തങ്കമ്മേ തങ്കമ്മേ Minum
അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി ചൂട്ട് തിരിച്ചു ചൂട്ട് സുന്ദരികൾ നവരംഗിത്തവലെ മുഴുമുഴുകൾ